ഇന്നൊന്ന് ഞാൻ എൻ്റെ മുടി മുറിക്കാനായിട്ട് പോവാണ്. പിള്ളേര് രണ്ടാള് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല. അതാണ് എൻ്റെ ഉദ്ദേശം. മൊത്തത്തിലൊരു മാറ്റം വരണം. അങ്ങനെ ഞാൻ ഏട്ടനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അവിടെ വൈമാളിൽ ഇറക്കി വിട്ടതിന് ശേഷം ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. നീ എല്ലാം കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ തനിച്ച് വൈമാളിനകത്തോട് നടക്കുമ്പോൾ എന്തോ പോലെ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ആ ചേട്ടനോട് പറഞ്ഞു, ഏട്ടൻ എൻ്റെ ഫ്രണ്ടിലുള്ള ഈ 2 ബാങ്ക്സും എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെന്ന്. എപ്പോഴും ഞാൻ തനിച്ചല്ലേ കട്ട് ചെയ്യാറ്. ഇന്നിപ്പോൾ ഒന്ന് ഇവിടെ വന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഫേസിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവസാനം നോക്കിയപ്പോഴത്തേക്കും വലിയ ചേഞ്ച് ഒന്നും അങ്ങോട്ട് വന്നില്ല. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മുടി മുറിക്കുകയും വേണം, എന്നാൽ മുടി മുറിക്കാനും പാടില്ല. അവര് ചോദിച്ചോട്ടാ ബാക്കിൽ മുടി കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ബാക്കിൽ മുടി കട്ട് ചെയ്യണം, ഈ സൈഡ് ബാങ്ക്സിൽ മാത്രം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി തന്നാൽ മതി. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചെങ്കിലും ഭംഗി ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ആ ഭംഗിയും കൂടെ അങ്ങോട്ട് പോയിട്ട് ഒരുമാതിരി അതിങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു മുടി. എനിക്ക് ആ കൂടെ ഭയങ്കര വിഷമമായി. വെട്ടണ്ടായിരുന്നു എന്ന് തോന്നി. അത് പിന്നെ അങ്ങനെ ആണല്ലോ, നമ്മൾ ഈ ഹെയർ കട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നല്ല രസമായി തോന്നും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ രസമൊക്കെ അങ്ങോട്ട് താനേ പോയി. ഞാൻ വീട് എത്തുമ്പോഴത്തേക്കും കിച്ച് സ്കൂളോട്ട് വന്നിട്ടുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പിന്നെ പുറകെ പോയി പറയായിരുന്നു, എന്നെ നോക്കട്ടെ എന്തെങ്കിലും മാറ്റം. അവൻ പറയും അയ്യേ ഒരു മാറ്റം ഇല്ലല്ലോ. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യം അറിഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല ഹെയർ കട്ട് ചെയ്തെന്ന് കേട്ടോ അവൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണേ. പോട്ടെ, ബൈ.